അപ്പോൾ ഒരു നെക്സ്റ്റ് ഡേയ്സ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് npx create നെക്സ്റ്റ് ആപ്പ് അറ്റ് ലേറ്റസ്റ്റ് ഈ സംഭവം എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊജക്റ്റ് നെയിം വയ്ക്കും. ടെയിൽവിൻ്റെ ഒക്കെ ഓൺലൈൻ സെറ്റപ്പ് ചെയ്തില്ല, അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്. പ്രൊജക്റ്റ് നെയിം ഞാൻ നെക്സ്റ്റ് ബ്ലോഗ് നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം വയ്ക്കുമ്പോൾ എസ്, ESLint എസ്, ടൈൽവിൻ്റെ എസ്, SRC നോ കൊടുക്കുക, ആപ്പ് റൂട്ടർ എസ് കൊടുക്കുക, പിന്നെ നോ കൊടുക്കുക. അങ്ങനെ എൻ്ററടിച്ച് പോയാൽ മതി. ഓക്കെ അപ്പോൾ ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരുന്നുണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്യാം. കോഡ് ബ്ലോഗ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നേരത്തെ ഇതിലുണ്ടായിരുന്ന DB.json ഞാൻ എത്തി കൊണ്ടുവന്നിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ആവശ്യമുണ്ടോ blog.json. ഓക്കെ, സെയിം സാധനം അവിടെ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് npm റൺ ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്ത് ശേഷം ഇതിൽ തുറക്കുക. പുതിയൊരു വിൻഡോയിൽ ലോക്കൽഹോസ്റ്റ് 3000 ഡിഫോൾട്ടായിട്ട് ഇത് വരിക. അപ്പോൾ ഇതിൽ എനിക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ജെയ്സൺ സെർവർ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട് മറ്റേ റിയാക്റ്റിൽ. അതും സെയിം ലോക്കൽഹോസ്റ്റ് 3000 റൺ ചെയ്യണത്. രണ്ടും ഒരേ പോർട്ടിലാണ്. അപ്പോൾ ഇതാണ് എടുക്കുന്നത്, മറ്റേത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് വരാത്തത്. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എന്താ നേരത്തെ ബ്ലോഗ് റിയാക്റ്റത്തായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ലോക്കൽഹോസ്റ്റ് പോയി നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയ്സിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഡിഫോൾട്ടായിട്ട് ടെയിൽവിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല സ്റ്റൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളോട്ട് കിടക്കാം. നെക്സ്റ്റ് ഡേയ്സിൽ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പബ്ലിക് ഫോൾഡർ ഉണ്ട്, ഇതിലാണ് നമ്മൾ ഇമേജസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. ആപ്പ് ഫോൾഡർ ഉണ്ട്, ഇതിലാണ് നമ്മൾ ആപ്പ് ഫോൾഡറിൽ നമ്മൾ ഫോൾഡർ സെക്ഷനനുസരിച്ചാണ് റൗട്ടിങ് വരിക. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് ആപ്പിലുള്ള പേജ് റോട്ടേഴ്സസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് ഫുള്ളായിട്ട്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് കളയാം. നമുക്ക് ആദ്യം മുതൽ ഇവിടെ കളയാം. ഓക്കെ, അത് ഇത്ര ഭാഗം കളഞ്ഞു ജസ്റ്റ്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൻ്റെ ഉള്ളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഹായ് എടുത്ത് നോക്കാം. ഹായ് വരുന്നുണ്ട്. ഓക്കെ, ഗ്ലോബലോട് CSS ഉണ്ട്. CSS ഫുള്ള് കളയാണ്. അതെ, അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല CSS ആണ്. തൽക്കാലം നമുക്ക് പഠിക്കാമെന്ന് മതി. ഓക്കെ, അപ്പോൾ ഹായ് എന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാവ് ബാറാണ്. നമ്മളെ ഫസ്റ്റത്തെ നമ്മളെ നാവ് ബാർ. അപ്പോൾ ഇതിൽ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോൾഡറിൻ്റെ പേര് ഇപ്പോൾ ഞാനിവിടെ കമ്പോണൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പോണൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ /കമ്പോണൻസ് പോയ പേജ് നോട്ട് ഫൗണ്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു കമ്പോണൻ്റ് ഇട്ട് റിഫ്രഷ് ചെയ്യാൻ ഉണ്ടോ കമ്പോണൻസ് എന്ന ഫോൾഡർ. അപ്പോൾ അതിൽ ഫോൾഡർ അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്, നമ്മളെ റൗട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് വേറെ പേജാണ്. അപ്പോൾ കമ്പോണൻസ് നമ്മൾ ഫോൾഡർ നെയിം കൊടുക്കുമ്പോൾ അത് ഇഗ്നോർ ചെയ്യണം. റൗട്ടിങ്ങിൽ അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പറയാൻ നമ്മൾ ഫസ്റ്റ് ഒരു _ കൊടുക്കും. ഓക്കെ, _ കൊടുക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഫോൾഡർ ഇഗ്നോർ ചെയ്യും. അത് റൗട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നാവ് ബാർ ക്രിയേറ്റ് ചെയ്യുക. navbar.tsx. ഓക്കെ, നാവ് ബാർ ഞാൻ മറ്റേന്ന് അതേമാതിരി കോപ്പി അടിക്കുക. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്യണില്ല. നെക്സ്റ്റ് യുഐൻ്റെ യൂസ് ചെയ്യണില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് യുഐൻ്റെ മൊഡാലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അത് ഓൾറെഡി അവിടെ നിന്ന് കോപ്പി ചെയ്തപ്പോൾ വന്നതാണ്. നെക്സ്റ്റ് യുഐൻ്റെ ഒരു സാധനം വേണ്ട, ആവശ്യമില്ല നെക്സ്റ്റ് യുഐൻ്റെ. പിന്നെ
ബട്ടൺ ആഡ് ബ്ലോഗിൻ്റെ ബട്ടൺ ഇപ്പോൾ ആവശ്യമില്ല ശരിക്ക്. അപ്പോൾ ഇത്ര മതി ഒരു നാവ് ബാർ. അപ്പോൾ ഈ നാവ് ബാർ സാധാരണ നമ്മൾ ഈ പേജിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യൽ. നാവ് ബാർ ഓക്കെ. യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നു നമ്മൾ കളഞ്ഞാൽ മതി. യൂസ് സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണില്ല. ഓക്കെ. അതിൽ വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. യൂസ് സ്റ്റേറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല. ഡിഫാൾട്ടായിട്ട് നെക്സ്റ്റ്.js എല്ലാ കമ്പോണൻസും സെർവർ സൈഡ് കമ്പോണൻസ് ആണ്. സെർവർ സൈഡ് കമ്പോണൻസിൽ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂസ് സ്റ്റേറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് സ്റ്റേറ്റ് കൊടുത്തുകൊണ്ട് എനിക്ക് എറർ അടിച്ചത്. ഓക്കെ. യൂസ് സ്റ്റേറ്റ് അടിച്ചുകൊണ്ടാണ് എനിക്ക് ഇവിടെ എറർ വന്നത്. ഇവർ ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ്. അതുകൊണ്ട് നമ്മളത് ക്ലയൻറ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റണമെന്ന്. നമ്മൾ യൂസ് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലയൻറ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റണം. അതാക്കാൻ ഒരു പണിയില്ല. അവിടെ ജസ്റ്റ് യൂസ് ക്ലയൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ. യൂസ് ക്ലയൻറ്റ് കൊടുത്താൽ മതി. ഞാൻ പറയാൻ ജസ്റ്റ് ക്ലയൻറ്റ് കമ്പോണൻ്റ് ആക്കി വെക്കുകയാണ്. ഇതിൽ യൂസ് സ്റ്റേറ്റ് ആവശ്യം വരും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ആക്കി വെക്കുകയാണ്. ഓക്കെ. അത് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കട്ടെ. നാവ് ബാർ യൂസ് ക്ലയൻ്റ് ആക്കി വെച്ച് ഞാൻ. അപ്പോൾ എറർ പോയില്ലേ. ഓക്കെ. ഇനി ഈ നാവ് ബാർ ഇതിപ്പോൾ ഹോം പേജ് അല്ലേ. ഹോം പേജൊക്കെ പോകും നമ്മൾ. ഹോം പേജ് പോകുമ്പോൾ നമ്മളെ ബ്ലോഗ് വെബ് നാവ് ബാറിൽ പ്രത്യേകിച്ച് സൈസൊന്നും ഇല്ലല്ലേ. നമുക്ക് ഫുള്ള് അതൊക്കെ അതേപോലെ ഈ CSS ഗ്ലോബൽ CSS എന്ന് കളയാം. ഈ CSS കൊണ്ടാണ് ആ സ്റ്റൈലിങ് അവിടെ വരുന്ന കിടക്കുന്നത്. ഇതല്ലേ ഇതല്ല ഇതാണ് ഈ മെയിനിൻ്റെ കണ്ടൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാവ് ബാർ നമുക്ക് പല പേജിലും വേണ്ടി വരും അല്ലേ. അതിനിപ്പോൾ നമുക്ക് ഈ ലേഔട്ടിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. ലേഔട്ടിൽ കൊണ്ടുപോയിട്ട് ബോഡീൻ്റെ തൊട്ട് മേലെ ഞാൻ ഈ നാവ് ബാർ കൊടുക്കുകയാണ്. ഓക്കെ. നാവ് ബാർ ഇപ്പോൾ കണ്ടോ നാവ് ബാർ ഇതിൽ വന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഡമ്മി ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് എബൌട്ട് അസിന് വേണ്ടിയിട്ട് ഒരു എബൌട്ട് പേജ്. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പേജിലോട്ട് TSX എന്ന് എടുത്തിട്ട് RFCE എബൌട്ട് പേജ് ഒരു എബൌട്ട് പേജ് ഉണ്ടാക്കി. ഞാൻ /എബൌട്ട് പേജ് പോകുമ്പോൾ എനിക്ക് ആ പേജ് കിട്ടും. കണ്ടോ എബൌട്ട് പേജ്. പക്ഷേ അതിൻ്റെ കൂടെ കണ്ടോ നമ്മളെ ഈ നാവ് ബാർ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ അതിൽ കൊടുത്തിക്കണോ ഇല്ല. അപ്പോൾ ലേഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മളൊരു ലേഔട്ട് കിട്ടും നമുക്ക്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നാവ് ബാർ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന എല്ലാ പേജിൻ്റെ ഉള്ളിലും എന്തുണ്ടാവും? ഈ നാവ് ബാർ ഉണ്ടാവും. എല്ലാ പേജിൻ്റെ ഉള്ളിലും ഈ നാവ് ബാർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ചിൽഡ്രനെ കണ്ടോ. ഈ ചിൽഡ്രനാണ് മാറി മറിയുക. അതായത് ഈ പേജിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, ഈ പേജിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റാണ് ഈ ലേഔട്ടിൽ ഈ ചിൽഡ്രനിൽ വന്ന് റെൻഡർ ആവുക. അതായത് ഈ പേജിൻ്റെ ഉള്ള കണ്ടൻറ്റ് എന്താണോ അതാണ് ഈ ചിൽഡ്രൻ്റെ ഉള്ളിലുണ്ടാവുക. ഓക്കെ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിഫാൾട്ടായിട്ട് ആപ്പ് പറയുമ്പോൾ വെറും സ്ലാഷ് ഇതാണ്. ഓക്കെ. ഈ വെറും സ്ലാഷിൻ്റെ കേസിൽ ഇതാണ് അതിൻ്റെ പേജ്. ഓക്കെ. ഇത് ഹോം നിങ്ങൾ കൊടുത്തു. ഹോം എന്ന് കൊടുക്കുമ്പോൾ ഇതാണ് ഹോം. ഈ ഹോമിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, ഈ കണ്ടൻറ്റാണ് ഈ ലേഔട്ടിലൂടെ ചിൽഡ്രനായിട്ട് വരുന്നത്. ഇനി ഞാൻ അടുത്ത എബൌട്ടിലോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ എബൌട്ടിൻ്റെ ഉള്ളിലുള്ള ഈ കണ്ടൻറ്റാണ് ഈ ലേഔട്ടിൽ ചിൽഡ്രനായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഇതിനാണ് റൂട്ട് ലേഔട്ട് അറിയാം. റൂട്ട് ലേഔട്ട് പറഞ്ഞാൽ നമ്മളെ ആപ്പിന് പ്രൊജക്റ്റിന് ഫുള്ളായിട്ടൊരു ലേഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലായിടത്തും നാവ് ബാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ട് ലേഔട്ടിലുള്ള ഈ സംഭവം യൂസ് ചെയ്യാം. ഓക്കെ. ഇത് യൂസ് ചെയ്യാം. ഇനി സപ്പോസ് എനിക്ക് എബൌട്ടിൽ മാത്രം സൈഡിലൊരു ഡ്രോവർ വേണം, പക്ഷെ ഹോമിലൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലേഔട്ടിൽ, അതായത് എനിക്ക് ഞാൻ കാണിച്ചിട്ട് ഇവിടെ തന്നെ ഈ ചിൽഡ്രൻ്റെ ഉള്ളിൽ തന്നെ അത് ഡിവ് ഫ്ലക്സ് ആക്കുന്നു, ഗ്യാപ്പ് 2 കൊടുക്കുന്നു, ഫുള്ള് കൊടുക്കുന്നു. അവിടെ ചിൽഡ്രൻ അവിടെ വെക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഒരു ഡിവ്. ഇതാണ് എൻ്റെ ഡ്രോവർ കേട്ടോ. ഡ്രോവറിന് നമുക്കൊരു വിഡ്ത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. തൽക്കാലം ഞാൻ 40 അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹൈറ്റ് ഫുള്ളും കൊടുക്കുക. അതിനൊരു BG കളറും കൊടുക്കുക. BG റെഡ്, തൽക്കാലം റെഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 500. ഓക്കെ. പിന്നെ വേറെ ഡിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ചിൽഡ്രൻ
ചിൽഡ്രൻ. അപ്പോൾ ഇതിൽ ഈ ചങ്ങായി വന്നിട്ടില്ല. ഇവിടെ ഉണ്ട് എച്ച് ഫുള്ള് വർക്ക് ചെയ്യണില്ല. അപ്പോൾ എച്ച് ഫുള്ള് വർക്ക് ചെയ്യണമെങ്കിൽ ഇവൻ എച്ച് ഫുള്ള് ആവണം. ഇവൻ എച്ച് ഫുള്ള് ആവണമെന്നുണ്ടെങ്കിൽ ഇവൻ എച്ച് ഫുള്ള് ആവണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ അതിന് ഹൈറ്റ് സ്ക്രീനോട് കൊടുക്കുകയാണ്, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഡ്രോവർ വന്നു. പക്ഷേ എനിക്ക് വേണ്ടത്, എനിക്ക് ഈ അബൌട്ട് പേജിൽ മാത്രം മതി ഈ ഡ്രോവർ. അതായത് സ്ലാഷ് അബൌട്ടിൽ മാത്രം മതി ഡ്രോവർ. ഹോമിൽ വേണ്ട. ഓക്കെ, ഹോമിൽ വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ സംഭവം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പേജ്.txt കൊണ്ടുപോയി ഇവിടെ ഇട്ടാൽ മതി. ഇവിടെ മാത്രം മതിയല്ലോ, അപ്പോൾ ഇവിടെ മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈ അബൌട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പരിപാടി തീരും. പക്ഷേ അതിനും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എന്ത് റൗട്ട്, ഇപ്പോൾ ആപ്പ് വൈസ്ഡ് റൗട്ട്. ആപ്പിൻ്റെ ഉള്ള ആദ്യത്തെ പേജ്.txt ആണ് സ്ലാഷിൽ വരിക. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഫോൾഡർ ഉണ്ട്, അതിൻ്റെ ഉള്ള പേജ്.txt ആണ് സ്ലാഷ് അബൌട്ടിൽ വരിക. അതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിലും ലേഔട്ട് ഇടാൻ പറ്റും. അതായത് ഇതിലും ലേഔട്ട് ഇടാൻ പറ്റും. layout.txt എന്നിട്ട് നമുക്ക് RFC അബൌട്ട് ലേഔട്ടിന് പേര് കൊടുക്കാം. അബൌട്ട് ലേഔട്ട്. ഓക്കെ, അബൌട്ട് ലേഔട്ട് എന്ന് പേരെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ പഴയ മാതിരി നിന്നോട്ടെ. ഓക്കെ, അത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് അബൌട്ട് ലേഔട്ടിലേക്ക്. പിന്നെ ഇവിടെ ചിൽഡ്രൻ കൊടുക്കണം. പിന്നെ ഈ ഒരു സംഭവം കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ മറ്റിലിങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻറ്റ് കേട്ടോ. ഓക്കെ, അത് അറിയുന്ന കരുതുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ സാധാരണ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തിട്ടപ്പോൾ ഇതിൽ വരുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടി കൊടുക്കണം. ഇത് ഇങ്ങനെ കൊടുക്കണം പകരം, അതായത് ഈ പ്രോപ്സ് ആണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രോപ്സ് ആണല്ലോ. അപ്പോൾ പ്രോപ്സിൻ്റെ ഡാറ്റ ടൈപ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതിനിപ്പോൾ ഞാനിവിടെ ഇൻ്റർഫേസ് അബൌട്ട് ലേഔട്ട് പ്രോപ്സ്, അതായത് ഈ അബൌട്ട് ലേഔട്ടിൽ പ്രോപ്സ് ആയിട്ട് ചിൽഡ്രൻ ഉണ്ടാവും. ആ ചിൽഡ്രൻ എന്ന് പറയുന്നത് റിയാക്റ്റിൻ്റെ ഉള്ളിലെ ഒരു നോഡായിരിക്കും, അതായത് എലമെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ചിൽഡ്രന്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിന് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇതാണ്. ഇത് ഒറ്റ ലൈനാക്കി ഇവിടെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ വരും. അല്ല, അങ്ങനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാം. അതത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാ ലേഔട്ട് സ്ലാഷ് അബൌട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഡിഫോൾട്ട് എക്സ്പോർട്ട്. അവിടെ ഒരു എററുണ്ട്. ഇത് നമ്മൾ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡിഫോൾട്ട് അബൌട്ട് ലേഔട്ട് ആണോ, അബൌട്ടിൽ ആ ലേഔട്ട് വന്ന്. ഇതിൽ ഹോമിൻ്റെ ഉള്ളിൽ ഈ ലേഔട്ട് യൂസ് ചെയ്തത്. പിന്നെ അബൌട്ടിൻ്റെ ഉള്ളിൽ ലേഔട്ട് പറഞ്ഞ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലേഔട്ട് തന്നെ യൂസ് ചെയ്യും. ഇനി അഥവാ അതിൻ്റെ ഉള്ളൊരു ലേഔട്ട് ഫയൽ സ്പെസിഫൈ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്യും, ഇതും യൂസ് ചെയ്യും. ഓക്കെ, രണ്ടും യൂസ് ചെയ്യും. അതായത് ഇതിലാണ് ഇപ്പോൾ നാവ്ബാർ കിടക്കുന്നത്. ഇതിൽ അബൌട്ടിൽ ഓൾറെഡി വരും. ഓക്കെ, അബൌട്ടിൽ ഓൾറെഡി വരും. ഓക്കെ, പിന്നെ ഇതും യൂസ് ചെയ്യും. ഇതിലുള്ള നാവ്ബാർ, അതായത് ഈ ലേഔട്ട് ആദ്യം യൂസ് ചെയ്തു, പിന്നെ ഈ ലേഔട്ട് യൂസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിലുള്ള ലേഔട്ട് അങ്ങനെ യൂസ് ചെയ്ത് പോകും. സംഭവം ഏകദേശം കത്തിയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ലേഔട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ലേഔട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതിൽ ലേഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലേഔട്ട് യൂസ് ചെയ്ത ശേഷം പിന്നെ ഈ ലേഔട്ട് യൂസ് ചെയ്യും. ഈ ലേഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നാവ്ബാറിൻ്റെ സ്പേസ് പോയി, പിന്നെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ബാക്കി പരിപാടി എടുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഈ ലേഔട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് സംഭവം വേറെ സെപ്പറേറ്റ് ആക്കി കമ്പോണൻ്റ് ആക്കി എന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നത്. സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലേഔട്ടിൻ്റെ ഒക്കെ സംഭവങ്ങൾ. അപ്പോൾ ഇതവിടെ വെക്കട്ടെ. നമുക്ക് ഇതല്ലല്ലോ ഇപ്പോൾ അടുത്ത വിഷയം. നമുക്ക് നമ്മുടെ ബ്ലോഗാണ് വിഷയം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജേസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബ്ലോഗ് നമുക്ക് തുടങ്ങാം.